പ്രിയപ്പെട്ടവരെ, ഇന്ന് തലശ്ശേരിയിലെ കമ്പൈൻഡ് ഓർത്തോ ആയുർവേദ ഫിസിയോതെറാപ്പി ക്ലിനിക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ വടകരയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വിളിച്ചു. എന്നോട് പറയുകയാണ്, 1.5 വർഷമായി ഡോക്ടർ, എനിക്ക് നടുവേദനയായിട്ട്, കാലിന് തരിപ്പും കഴുത്ത് വേദനയൊക്കെ ആയിട്ട് ഞാൻ നാട്ടിലുള്ള എല്ലാ ഓർത്തോ ന്യൂറോ ഡോക്ടർമാരെയും അത് കഴിഞ്ഞ് അവർക്കൊന്നും രോഗം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണിച്ചു. 1.5 വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് ഒരു MRI ആദ്യമായിട്ട് എടുക്കുന്നത്. MRI എടുത്തപ്പോഴാണ് പറയുന്നത് ഡിസ്കിന് പ്രോബ്ലം ഉണ്ട്, അത് ഞരമ്പ് കുടുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കാലിന് തരിപ്പും പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് 2 ആഴ്ച റെസ്റ്റ് എടുത്തിട്ട് മാറിയില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞു. അപ്പോൾ ഈ രോഗി ചോദിക്കുന്ന ചോദ്യം, ഇങ്ങനൊരു പ്രശ്നം ഞാൻ നടുവേദന ഉണ്ടെന്ന് പറഞ്ഞു, കാലിൽ തരിപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു MRI എടുത്തിട്ട് എനിക്കൊരു ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്ര വർഷമാകുമായിരുന്നു എന്നാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡോക്ടർമാർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 33 കശേരുക്കളും 23 ഡിസ്കും ഉള്ള നമ്മുടെ നട്ടിൽ ഏറ്റവും ഫ്ലെക്സിബിളും അതേപോലെ തന്നെ അത്രയും ഉറപ്പുള്ള ഈ ഒരു അവയവത്തിന് ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊരു മൾട്ടിപ്പിൾ മയലോമയോ അല്ലെങ്കിൽ ഇവൻ സാർക്കോമയോ ഒന്നും ആയി പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു MRIയോ ഒരു എക്സ്റേയോ എടുക്കാതെ പോലും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇനി ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഒരു ദിവസം ഒരു 500 രൂപ വരുമാനം കണക്കൂട്ടി കഴിഞ്ഞാൽ 1.5 വർഷം കൊണ്ട് ഏകദേശം അവർക്ക് 1.5-2 ലക്ഷം രൂപ നഷ്ടം വന്നു എന്ന് മാത്രമല്ല, വേദന സഹിച്ച് പലപ്പോഴും വീട്ടിൽ റെസ്റ്റ് എടുത്ത് നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇത്തരം അവസ്ഥയിൽ പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഈ ഒരു MRI സ്കാനോ എന്തോ ചെയ്തിട്ട് രോഗിക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതിൻ്റെ ആ റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുത്ത് ചികിത്സിച്ച് മാറ്റുന്നൊരവസ്ഥയാണെങ്കിൽ ഇത്തരം തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവന മാർഗം മുട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് 3500 രൂപയിൽ കൂടുതൽ MRIക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എടുത്തത് പോലും 3000 രൂപയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇത്തിരി താമസിയാതെ എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്തരം ആൾക്കാർക്കൊരു ഉപകാരമായിരിക്കും. ഇത് വില്യാപ്പള്ളിയുള്ള ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടാണ് എന്നെ വിളിച്ചതെന്നും വിളിച്ചപ്പോൾ തന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ രോഗിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് എല്ലാ ഡോക്ടർമാരും ഇത്തരം അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കുന്നു.